ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം, പ്രതിദിന ധ്യാനഭാഗം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വചനം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് ദീർഘമായ 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവ ചരിത്രം വിവരിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ 38 വർഷമായി ആ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുകയാണ്. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യെരുശലേമിലേക്ക് വരികയാണ് യേശു. ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന് പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. പലതരത്തിലുള്ള രോഗികൾ, പലതരത്തിലുള്ള വ്യാധികളാൽ പിടിച്ചവരൊക്കെയും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ഇതാ ഇവിടെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സത്യത്തിൽ യേശു എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? നീണ്ട 38 വർഷമായി ആ മനുഷ്യൻ കിടന്നത് അതിനുവേണ്ടിയല്ലേ? സൗഖ്യമാകാൻ അല്ലെങ്കിൽ പിന്നെ ആ ബെഥസ്ദ കുളക്കരയിൽ താൻ എന്തിനു വന്ന് കിടക്കണം? പക്ഷേ യേശു ക്രിസ്തുവിന്റെ ചോദ്യം അത് ആ മനുഷ്യനെ മാറ്റിമറിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ രോഗിയുടെ മറുപടിയാണ് ഏറ്റവും രസം. അദ്ദേഹം പറയുകയാണ്, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ്. അവന്റെ മറുപടി, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കുവാൻ ആരുമില്ല. കർത്താവിന്റെ ചോദ്യത്തിന് നേരെ വിപരീതമായ ഉത്തരം. നമ്മളും ഇതുപോലെയാണ്. അരി എത്രാണ് എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന സ്വഭാവം. യേശു കർത്താവ് തന്നോട് വ്യക്തിപരമായി ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തിനാണ് കർത്താവ് അങ്ങനെ ചോദിച്ചത്? ഒന്ന്, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിയാൻ. ഈ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹം സൗഖ്യമാകാൻ തന്നെയാണ്. പക്ഷേ അത് അവന്റെ വായിൽ നിന്ന് തന്നെ വരണം. അതുകൊണ്ടാണ് ചോദിച്ചത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, അവന്റെ നിസ്സഹായ അവസ്ഥ അവൻ വെളിപ്പെടുത്തുകയാണ്. ഞാൻ കുളത്തിലേക്ക് ഇറങ്ങും മുമ്പേ എനിക്ക് മുമ്പേ ഒരാൾ ഇറങ്ങിയിരിക്കും. കാരണം അവൻ വെപ്രാളപ്പെട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ആരോഗ്യമുള്ളവർ ആദ്യമേ അതിൽ ചാടും. തന്റെ നിസ്സഹായ അവസ്ഥ അവൻ വെളിപ്പെടുത്തി. 2, തന്റെ ആഗ്രഹം കർത്താവിന് അറിയണമായിരുന്നു. അവന്റെ അവസ്ഥ കർത്താവിന് അറിയണമായിരുന്നു. നിനക്ക് സൗഖ്യമാകാൻ യഥാർത്ഥത്തിൽ മനസ്സുണ്ടോ? നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിനക്ക് അതിന്റെ ആഗ്രഹമുണ്ടോ? 3, അവന്റെ മനോഭാവം കർത്താവിന് അറിയണമായിരുന്നു. കർത്താവ് ചോദിക്കുന്നത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവന്റെ മനോഭാവം പറയുകയാണ്, എനിക്ക് കുളത്തിലിറങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൂതൻ വെള്ളം കലക്കുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുവൻ ഇറങ്ങുകയാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവസരമില്ലാഞ്ഞിട്ടാണ്. അവന്റെ നിസ്സഹായ അവസ്ഥ യേശു കർത്താവിനോട് അവൻ പങ്കുവെക്കുകയാണ്. എന്നാൽ നാം വായിക്കുന്നത്, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു എന്നാണ്. തൻ്റെ യേശു കർത്താവിൻ്റെ കാഴ്ചപ്പാട്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവിടെ ഒരുപാട് രോഗികൾ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത് ഈ 38 വർഷം രോഗിയായി കിടന്നവന്റെ മേലാണ്. അവിടെ അനേക തരത്തിലുള്ള വ്യാധി പിടിച്ചവരുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കണ്ണ് പോയത് ഈ മനുഷ്യന്റെ ദേഹത്താക്കാണ്. 2 നാം വായിക്കുന്നത്, ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. കണ്ടു എന്ന് മാത്രമല്ല, യേശു അറിഞ്ഞു. അവൻ ദീർഘനാളായി അങ്ങനെ കിടക്കുന്ന ഒരാളാണ്. യേശുവിന് അവന്റെ അവസ്ഥ മനസ്സിലായി. പ്രിയമുള്ളവരെ, നമ്മയും കാണുന്ന, നമ്മയും അറിയുന്ന ഒരു കർത്താവുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, എൻ്റെ സങ്കടം ആരും അറിയുന്നില്ല,
എന്നെ കാണാൻ ആരുമില്ല. പാട്ടുകാരൻ പാടിയതുപോലെ ഈ പാരിൽ കണ്ടും കാണാതെയും ധാരാളം പേർ പോവും. എന്നാൽ അദ്ദേഹം ഇങ്ങനെയാണ് പാടിയത്: എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനാൽ ഉല്ലാസമേ. ഒരുപക്ഷെ ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്ന ഒരവസരം വരാമായിരിക്കാം. പക്ഷേ നിന്നെ യഥാർത്ഥമായി കാണുന്ന, നിന്റെ പ്രശ്നങ്ങൾ കാണുന്ന ഒരു കർത്താവുണ്ട്. അതെ, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കൈവിടുമ്പോൾ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്നൊരു കർത്താവ്. ഈ മനുഷ്യന്റെ മേലും കർത്താവിന്റെ കരുണ തോന്നി. അതുകൊണ്ട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കർത്താവിന്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ. കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ മതി. പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെ കൽപ്പിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം എന്താണെന്നറിയണം, നമ്മുടെ സ്ഥിതി എന്താണെന്നറിയണം, നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയണം. നമ്മോട് കർത്താവ് ചോദിക്കുന്നതാണ്: നിനക്ക് അനുഗ്രഹം പ്രാപിക്കണോ? നിന്റെ രോഗം മാറണോ? നിനക്ക് ആത്മീകമായി വളരണോ? നിനക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മനസ്സുണ്ടോ? ഉണ്ട് എന്ന് ദൈവത്തിന് മുമ്പാകെ തുറന്ന് സമ്മതിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറാണ്. താങ്കൾ അതിന് തയ്യാറാണോ? നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയുകൊണ്ട് സ്തോത്രം. ഈ ദിവസം അവിടുത്തെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഇവിടുത്തെ കരുണ നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.